ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നതേ നമുക്ക് ഇൻട്രോയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെയാണ് നമ്മൾ വീഡിയോ എടുത്ത് തുടങ്ങണേ കേട്ടാ. ഞാൻ വിചാരിച്ചില്ല ഈ വീഡിയോ എടുക്കാൻ പറ്റുമെന്നൊന്നും വിചാരിച്ചില്ല കേട്ടാ. നമ്മുടെ സുധുവിൻ്റെയും സുധുവിൻ്റെ കൂട്ടുകാരുടെയും ബാക്കിയുള്ള സ്കൂളുകളിലെല്ലാവരും നമ്മുടെ പറവൂർ ഉപജില്ലാ കലോത്സവം നടക്കണേ കേട്ടാ. അപ്പോൾ അത് നമ്മൾ കൂനമ്മാവ് ചാവറ സ്കൂളിൽ വെച്ചായിരുന്നു സുധുവിൻ്റെ ഒരു പ്രോഗ്രാം. അത് നാടകം ഒരുന്ന് കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഈ വർഷവും അവൻ സംസ്കൃത നാടകത്തിന് ചേർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. ഇപ്പോൾ സ്റ്റേജിൽ കാണുന്നത് കഴിഞ്ഞ വർഷം സുധു ഉണ്ടായിരുന്ന നമ്മുടെ ഘടോത്കജൻ എന്ന് പറഞ്ഞിട്ടുള്ള വീരഘടോത്കജൻ എന്ന് പറഞ്ഞിട്ടുള്ള സെയിം നാടകം തന്നെയാണ് ഈ വർഷവും. അത് കഴിഞ്ഞ് സുധപ്പൻ ഈ റെഡിയായി നിൽക്കുന്നത് പുതിയൊരു നാടകത്തിന് വേണ്ടിയിട്ടാണ്. സുധുവിൻ്റെ ആദ്യമായിട്ടാണ് സുധുവിൻ്റെ ലൈഫിൽ അച്ഛൻ എന്തെങ്കിലും ഒരു പ്രോഗ്രാം കാണാനായിട്ട് എത്തിയേക്കണത് കേട്ടോ. സാധാരണ സുനിച്ചേട്ടൻ ഇവിടെ സ്ഥലത്തൊന്നും ഉണ്ടാവാറില്ല. എപ്പോഴും വീഡിയോ കാണാനായിട്ടുള്ള ഭാഗ്യം മാത്രമേ സുനിച്ചേട്ടൻ ഉണ്ടാവാറുള്ളൂ. ഇത് ആദ്യമായിട്ടാണ് സുനിച്ചേട്ടന് നേരിട്ട് കാണാൻ പറ്റുന്നത്. നമ്മുടെ സുധപ്പൻ്റെ എൻട്രി നോക്കി. സുധപ്പൻ്റെ എൻട്രിയിൽ സുധപ്പൻ മാതുലൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് അവതരിപ്പിച്ചത്. നല്ല അടിപൊളി ക്യാരക്ടറൊക്കെ ആയിരുന്നു. അത് അതീവ ഭംഗിയായിട്ട് തന്നെ ചെയ്തട്ടാ. നമ്മൾ വീഡിയോയിലൊക്കെ കാണുന്ന നമ്മുടെ സുധപ്പനാണോന്ന് തന്നെ തോന്നിപ്പോവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോയിലൊക്കെ അവൻ എത്ര ഇതായിട്ടാണ് ചെറുതായിട്ട് സംസാരിക്കുന്നു, വളരെ മയമായിട്ട്, എന്നെപ്പോലെ കലപിലൊന്നുമല്ല അവൻ. പക്ഷേ നാടകത്തിൽ ആൾ നന്നായിട്ട് പൊളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വളരെ നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നാടകവും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളിങ്ങനെ ഒരേ കുട്ടികളുടെ പരിപാടികൾ അപ്പുറത്തെ സ്റ്റേജിലും ഇപ്പുറത്തെ സ്റ്റേജിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം കാണാനൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങാടും ഇങ്ങാടും ഒക്കെ എല്ലാ കുട്ടികളും വളരെ നല്ല ഭംഗിയായിട്ടായിരുന്നു കേട്ടോ. ഈ കലോത്സവവും കാര്യങ്ങളൊക്കെ പിള്ളേരുടെ ലൈഫിനെ ഒരുപാട് മാറ്റിമറിക്കുമെന്നുള്ളത് എൻ്റെ ഒരു ലൈഫിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ അത്രയും മാറ്റമുണ്ട് സുധുവിന് ഇപ്പോൾ കലയോടും കാര്യങ്ങളോടും ഒക്കെ കേട്ടോ. അങ്ങനത്തെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം റിസൾട്ടിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഈ വീഡിയോക്ക് ഒരു പ്രത്യേകത ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരൊറ്റ ദിവസത്തെ വീഡിയോ അല്ല, 3 ദിവസത്തെ കാര്യങ്ങൾ ഒറ്റ വീഡിയോയിലാക്കി ഞാൻ കോർത്തിണക്കിയേക്കണതാണ് കേട്ടോ. അങ്ങനെ റിസൾട്ട് കാര്യങ്ങളൊക്കെ വന്നപ്പോൾ തന്നെ എന്നത്തെ പോലെ തന്നെ നമ്മുടെ സ്കൂളിലാണ് ഫസ്റ്റ്. നമ്മൾ ജില്ലയിലേക്ക് സെലക്ഷനൊക്കെ കിട്ടിയിട്ടുണ്ട്. പിള്ളേരുടെ ഫസ്റ്റത്തെ ഒരു അടിപൊളി സന്തോഷമൊക്കെ എനിക്ക് അങ്ങോട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാനും ഭയങ്കര സന്തോഷത്തിലായിരുന്നു. പിന്നെ സുധു എത്ര നാടകം എന്ത് പരിപാടി അവതരിപ്പിച്ചാലും അവൻ്റെ സ്റ്റേജിൽ വരുമ്പോൾ കാണാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം ഉച്ചയായപ്പോഴേക്കും സാറിൻ്റെയൊക്കെ അനുഗ്രഹം വാങ്ങിച്ചിട്ട് നമ്മുടെ സുധപ്പനും ടീമും കൂടി അടുത്ത പ്രോഗ്രാമായ വട്ടപ്പാട്ടിന് കയറാൻ പോണേട്ടാ. ഈ പ്രാവശ്യം നാടകവും വട്ടപ്പാട്ടുമാണ് സുധു ചേർന്നിട്ടുണ്ടായിരുന്നത്. സുധുവും ടീമും കൂടി സുധപ്പൻ നോക്കിയ വട്ടപ്പാട്ടിന് വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. സുധുവിനാണെങ്കിൽ നാടകത്തിൻ്റെതായ കുറച്ച് ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് അവൻ പ്രോഗ്രാമിൽ കാണിച്ചോ ഇല്ലെന്നുള്ളത് നമുക്കിപ്പോൾ വീഡിയോയിൽ കാണാം കേട്ടോ. അങ്ങനത്തെ ഞാനും സുധുവും കൂടി അതുപോലെ തന്നെ ഫോട്ടോ ഒക്കെ എടുത്ത് അതിന് ശേഷമാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോഴേക്കും അയ്യോ പിള്ളേരും പാരൻസും ഒപ്പന മത്സരവും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല ബഹളം ഇരുന്നു കേട്ടോ. അത് ഈ സ്റ്റേജിൽ തന്നെ വെച്ചാണ് നമുക്ക് പ്രൈസ് കിട്ടണമെന്നൊക്കെ കൂടി അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സന്തോഷമായി. അങ്ങനെ സുധുവിൻ്റെ വട്ടപ്പാട്ടിന് മുമ്പ് വേറൊരു ടീമിൻ്റെ കേട്ടോ. ആ ടീം നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സൂപ്പറായിരുന്നു. അപ്പോൾ ഞാനത് കാണാൻ വേണ്ടി വീഡിയോ എടുക്കാൻ വേണ്ടി വന്ന് നിൽക്കണമായിരുന്നു. അപ്പോൾ സുധുവും ടീമുമാണ് ഇനി അടുത്തത് കയറാനായിട്ടൊക്കെ പോണത്. അപ്പോൾ ഞങ്ങളൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു. എന്തായിരിക്കും ആദ്യമായിട്ടുള്ള വട്ടപ്പാട്ടൊക്കെ എങ്ങനെയായിരിക്കും. എപ്പോഴും വീട്ടിൽ വന്ന് കയ്യടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്കൊരു ഇതായിരിക്കുമല്ലോ എന്തായിരിക്കും അവൻ ചെയ്യാൻ പോണതെന്നൊക്കെ. അപ്പോൾ ഇവിടെ നിന്ന് 3ാമത് നിൽക്കുന്നതാണ് കേട്ടോ നമ്മുടെ സുധു. ഞാൻ പറഞ്ഞു തരേണ്ട കാര്യം ഉണ്ടാവില്ല, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അപ്പം അങ്ങനെ സുധു ആ പരിപാടി നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സുധുവും ടീമും, സുധു എന്ന് മാത്രം പറഞ്ഞതല്ല ബാക്കി എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് നമുക്ക് സെക്കൻഡ് പ്രൈസാണ് കിട്ടിയത്. ഗ്രേഡ് എ ആണെങ്കിലും സെക്കൻഡ് പ്രൈസാണ് കിട്ടിയത്. അവർ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാ പ്രൈസും നമുക്ക് തന്നെ കിട്ടണമെന്ന് പറയാൻ പറ്റില്ലല്ലോ. എല്ലാ കുട്ടികളും പ്രൈസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണല്ലോ വന്നതെന്നൊക്കെ ഞങ്ങളിങ്ങനെ പറയണമായിരുന്നു. കാരണം ഇവർ അയ്യോ ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് അങ്ങനെ എല്ലാത്തിനും ഫസ്റ്റ് കിട്ടിയാൽ എങ്ങനെ ശരിയാവണമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പാരൻസ് അവരെ സമാധാനിപ്പിച്ചു. അടുത്ത പ്രാവശ്യം നമുക്ക് പിടിക്കാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സെറ്റായി. അടുത്ത പ്രാവശ്യം വട്ടപ്പാട്ടിന് ഞാൻ പോകും അമ്മയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ വട്ടപ്പാട്ടും കാര്യങ്ങളും ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഈ വട്ടപ്പാട്ടൊക്കെ കാണുന്നത്. തന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കലോത്സവത്തിൻ്റെ അന്ന് അങ്ങനെ സ്കൂളിലോട്ട് അങ്ങനെ ഒന്നും പോകാറില്ല. ഞാനാണെങ്കിലും സുനിച്ചേട്ടനാണെങ്കിലും ഇതുവരെ പോയിട്ടൊന്നുമില്ല അങ്ങനെ കലോത്സവം കാണാനായിട്ടൊന്നും. സുധു വന്നതിന് ശേഷമാണ് സുധുവിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പോകുമ്പോഴാണ് നമ്മൾ കലോത്സവവും കാര്യങ്ങളൊക്കെ കാണുന്നത്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു 6 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മുടെ ഈ പരിപാടി കഴിഞ്ഞ് ഞങ്ങളൊരു 6:45 ആയപ്പോഴേക്കും വീട്ടിലോട്ടൊക്കെ പോയിട്ടാണ്. അതിന് ശേഷം പിന്നെ നാളത്തേക്കുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. സുധുവിനാണെങ്കിൽ
നന്നായിട്ട് വയ്യായിരുന്നു കേട്ടോ. സുധുവിൻ്റെ വട്ടപ്പാട്ട് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല, വട്ടപ്പാട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പിന്നെ എല്ലാ വട്ടപ്പാട്ടും ഇതൊക്കെ നമുക്ക് വോയിസ് ഓവർ കൊടുക്കാമെന്ന് കരുതിയത് വേറൊന്നുമല്ല, നമുക്ക് കോപ്പിറൈറ്റ് കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ പിന്നെ വോയിസ് ഓവർ തന്നെ കൊടുക്കാമെന്ന് കരുതിയത്. പിന്നെ സാധാരണ എന്നും പറയണ പോലെ കുറേ വർത്താനം തന്നെ ആയിപ്പോയല്ലോ തക്കൂ എന്നുള്ളത് പറയും എല്ലാവരും അല്ലേ. എനിക്കറിയാട്ടെ കുറേ വർത്താനം തന്നെ ആയിപ്പോയെന്ന്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ വീഡിയോസൊന്നും എടുത്തേക്കണ വീഡിയോസൊന്നും കോപ്പിറൈറ്റ് ഇല്ലാതെ ഇടാൻ പറ്റില്ല, അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴും അവരിങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് കിട്ടുമെന്ന് വിചാരിച്ചെന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ല. അങ്ങനെ നമ്മൾ പിറ്റേ ദിവസം മൂന്നാമത്തെ ദിവസം കേട്ടോ. മൂന്നാമത്തെ ദിവസം നല്ല അടിപൊളി പരിപാടിയും കാര്യങ്ങളോട് കൂടിയിട്ടായിരുന്നു. വേദിയിലാണെങ്കിൽ നല്ല വിശിഷ്ട വ്യക്തികളും കാര്യങ്ങളൊക്കെ ആയിട്ട്, ഓരോ വ്യക്തികളൊന്നും ഞാൻ എടുത്ത് പറയണില്ല, എല്ലാവരും ആയിട്ട് നല്ല വേദി, നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പ്രൈസ് വാങ്ങിക്കുന്നതും അപ്പോൾ പാരൻസും കുട്ടികളും എല്ലാവരും ആകാംക്ഷഭരിതമായിട്ട് ആർക്കാണ് ഇനിയത്തെ ട്രോഫി കിട്ടാൻ പോണത്, ഉപജില്ലാ കലോത്സവ ട്രോഫി കിട്ടാൻ പോണത് ആർക്കാണെന്നുള്ള ആകാംക്ഷഭരിതമായിട്ട് ഇരിക്കുമ്പോഴാണ് ആ റിസൾട്ട് വന്നത്. ആ റിസൾട്ട് വേറെ ആർക്കുമല്ല, നമ്മളുടെ ടീമിന് തന്നെയാണ്. നമ്മളുടെ SNV സംസ്കൃതം നന്ദിയാട്ടുകുന്ന് സ്കൂളിനാണ് നമുക്ക് ഫസ്റ്റ് കിട്ടിയത്. ഏറ്റവും കൂടുതൽ പോയിൻറ്റോടുകൂടി നമ്മളാണ് ജയിച്ചത്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ ആ ഒരു പ്രത്യേക അഭിനന്ദനങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കണ്ടായിരുന്നു കേട്ടോ. പിന്നെ നാടകത്തിൻ്റെ പ്രൈസ്, അങ്ങനെ പ്രൈസുകളുടെ ഘോഷയാത്ര തന്നെയായിരുന്നു കേട്ടോ. പ്രൈസുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിള്ളേരെയൊക്കെ നിർത്തി ഞാനൊരു സെൽഫി റീലൊക്കെ എടുത്തതിന് ശേഷമാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. ടാറ്റാ.